ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഉണ്ടല്ലോ, അതൊരു വെറൈറ്റി സംഭവമാണ്. കൂടുതൽ ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കാണാൻ കിട്ടുന്നത്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് അമൃത്സരി ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ ഫിഷ് പക്കോട. അപ്പോൾ ഈ പക്കോടേനാണ് നമ്മൾ നാട്ടിൽ ബജി എന്ന് പറയുന്നത്. പിന്നെ നമ്മളിതിൽ ചേർക്കുന്ന 2-3 ഐറ്റംസ് ഈ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസിലൊക്കെ ഉപയോഗിക്കുന്നതിന്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങളെല്ലാവർക്കും പപ്പ പ്ലാറ്റേഴ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടത് മുള്ളില്ലാത്ത മീനാണ്, ബോൺലെസ് ഫിഷ്. ഏത് മീനായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുത്തോളൂ, പക്ഷേ മുള്ളൊക്കെ കളഞ്ഞിരിക്കണമെന്ന് മാത്രം. ഇതിനെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളായി മുറിച്ചാൽ അത്രയും നല്ലത്. എന്താ വെച്ചാൽ കഴിക്കാനും എളുപ്പമാണ്, നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്തെ നല്ല ക്രിസ്പി ആയി കിട്ടും. ഇത് മുക്കി വറുക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി നമുക്കിവിടെ ഒരു 1/4 കപ്പ് കടലമാവ് എടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ബൈൻഡിങ്ങിനും ഹെൽപ്പ് ചെയ്യും, പോരാതെ നമ്മുടെ കോട്ടിങ്ങിന് നല്ലൊരു ക്രിസ്പിനെസ്സും തരും. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇടാൻ പോകുന്ന ഐറ്റത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടോ. ഇതിന് അയമോദകം, ഒരു 1/4 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം. ഈ അയമോദകം ഉണ്ടല്ലോ ഒരു വെറൈറ്റി ടേസ്റ്റ് തരും കേട്ടോ നമ്മൾ ഫിഷ് ഫ്രൈക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മെയിനായിട്ട് വേണ്ടതിന് ഉപ്പ്, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളുടെ ഈ ഫിഷ് ഫ്രൈക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തരുന്നതിന് ഈ കസൂരി മേത്തി. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ തിരുമ്മി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയാവും, 1 ടീസ്പൂൺ മതിയാവും കേട്ടോ. ഇതൊക്കെ ഇടുമ്പോഴാണ് നമ്മൾ മീൻ ബജിക്ക് ഒരു വ്യത്യസ്ത ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു കളറ് കിട്ടും കാശ്മീരി മുളക് പൊടി ഇട്ടാൽ. പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ നമ്മൾ നോർമൽ മുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഒരു 1-1.5 ടീസ്പൂൺ ഉണ്ടാവും ഇത്. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴക്കാൻ നേരത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ, നമ്മളെ ബാറ്റർ ഭയങ്കരമായിട്ട് കട്ടി കൂടുതലും ആവാൻ പാടില്ല, ഭയങ്കരമായിട്ട് ലൂസും ആവാൻ പാടില്ല. ഈ ബാറ്റർ വല്ലാതെ ലൂസായാൽ നമ്മളെ ഫിഷിലേക്ക് അത് കറക്റ്റായിട്ട് കോട്ടാവില്ല. ഇനി ഈ ബാറ്ററിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങൾ ഇട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ബാറ്ററിന് നല്ല കട്ടി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഈ ബജി കഴിക്കുമ്പോൾ ഫിഷിൻ്റെ മീനിൻ്റെ ടേസ്റ്റ് കിട്ടണ്ടേ, അല്ലെങ്കിൽ ബാറ്ററിൻ്റെ ടേസ്റ്റ് കിട്ടിയാൽ പോരല്ലോ. അതുകൊണ്ടുണ്ടല്ലോ നമ്മുടെ മീനിൻ്റെ മുകളിൽ ഒരു ലൈറ്റായിട്ടുള്ള കോട്ടിങ്ങാ പാടില്ലോ. ഇത് കണ്ട ഇതുപോലെ. അപ്പോൾ ബാറ്ററിൻ്റെ ഒരു ക്രിസ്പിനെസ്സും ടേസ്റ്റും കിട്ടും, എന്നാൽ ഫിഷിൻ്റെ ടേസ്റ്റ് പോവില്ല. ഇനി ബാക്കിയുള്ള മീനിൻ്റെ പീസസും കൂടി ഇതിലേക്ക് ഇട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ മീനിന് കോട്ട് ചെയ്യാൻ നേരത്തൊന്ന് സൂക്ഷിക്കാം കേട്ടോ. എന്താ വെച്ചാൽ ബലം കുറവുള്ള മീനാണെങ്കിൽ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. ഇനി ഈ കോട്ടിങ്ങൊക്കെ മീനിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടി നമുക്ക് 1/2 മണിക്കൂർ ഇതിനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടോ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം നമുക്ക് ഇതിനൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാനിൽ എണ്ണ ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായി മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മീഡിയത്തിലാക്കി വെച്ചാൽ മതി. പിന്നെ നമ്മൾ മീനും ഉള്ളിൽ നിന്ന് വെന്തിട്ടില്ല, അപ്പോൾ മീനിനെ വേവിച്ചെടുക്കാൻ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പുറമേ നിന്ന് കരിഞ്ഞ് കിട്ടും. അങ്ങനെ സംഭവിച്ചാൽ അതൊരു കരിമീൻ ഫ്രൈ ആണെന്ന് വിചാരിച്ച് അങ്ങോട്ട് കഴിക്കാൻ തന്നെ. ഇനി ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് അടുത്ത സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡും ഫ്രൈ ചെയ്ത് ഒരേപോലെ നല്ല ബ്രൗൺ കളർ ആക്കിയെടുക്കാം. പിന്നെ ഈ വീഡിയോയും റെസിപ്പിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഓൾ ആക്കി വെക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ അത് കാണാം, ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതേ നമ്മളുടെ ഫിഷ് പക്കോടയൊക്കെ ഇവിടെ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിൻ്റെ ക്രിസ്പിനെസ് ഒന്ന് കേട്ട് നോക്കിയേ. ഇനി ആ സെയിം എണ്ണയിൽ തന്നെ നമുക്കൊരു 4-5 പച്ചമുളക് ഹാഫായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വറുത്തെടുക്കാം. 1 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി നമ്മുടെ വറുത്ത് വെച്ച മീനിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി നമ്മൾ വറുത്ത് വെച്ച പച്ചമുളകും കറിവേപ്പിലും ഇതിൽ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ജീരകവും അയമോദകവും കസൂരി മേത്തിയൊക്കെ ഇടുന്നതുണ്ടല്ലോ, അതൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റി ഡിഷിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്താണ്ടല്ലോ നമ്മൾ ഈ ഡിഷിനൊരു വ്യത്യസ്ത ടേസ്റ്റ് കിട്ടില്ല, അത് നോർമൽ ബജിയുടെ ടേസ്റ്റായി മാറും. പിന്നെ ഇത് നമ്മൾ വറുത്ത ഉടനെ തന്നെ കഴിക്കണം കേട്ടോ. എന്താ വെച്ചാൽ അത് മീനായതുകൊണ്ടേ ഉള്ളിലൊക്കെ നല്ല ജ്യൂസി അല്ലേ, അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തണുത്ത് സോഗിയായി മാറും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.